അബ്ബാസിന്റെ വിശാലമാക്കിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും തങ്ങൾ പാപ്പ ഒരിക്കലും ഇത് ഈ കുടുംബമോ ഈ നാടോ ഈ പ്രദേശമോ ആരെന്ത് പല എന്ത് ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം 13 ലക്ഷം ഉറുപ്പിക മുടക്കി ഒരു സാധനം പോലും ഈ വീടിന്റെ ഒരു സാധനം പോലും ഒരാളെ ഏൽപ്പിക്കാതെ തങ്ങൾ തന്നെ കൃത്യമായി ചെയ്യുമെന്ന് ഇതിന്റെ എല്ലാ 10 ലക്ഷം ഉറുപ്പിക തങ്ങളപ്പമ്മ ആദ്യം കരുതിയത്. പക്ഷെ 13 ലക്ഷം ഉറുപ്പിക ആയപ്പോഴും ഇതിന്റെ എല്ലാ സാധനങ്ങളും ഉത്തരവാദിത്തപ്പെട്ട സ്വന്തം വീട് പോലെയാണ് ഈ വീട് തങ്ങൾ പാപ്പ പണിയെടുത്തത്. എന്തായാലും ബഹുമാനപ്പെട്ട ഉസ്താദ് അബു മുഹമ്മദ് സാഹിബ് അവരുടെ അഭിനന്ദനായ നമ്മുടെ നേതാവ് കളത്തിൽ അബ്ദുള്ള സാഹിബ് അവരുടെ ഡോക്ടർ മുഹമ്മദ് MS അലബി സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്കരനായ സലീം, മറ്റ് പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയങ്കരനായ തങ്ങളുടെ പരിരക്ഷയിൽ ഇവിടെ അനാഥമായ ഒരു കുടുംബത്തെ ചേർത്ത് പിടിച്ച് അവർക്ക് ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കുന്ന വളരെ നല്ല ഒരു ചടങ്ങിലാണ് ഈ രാവിലെ നമ്മളെല്ലാവരും സംബന്ധിക്കുന്നത്. അബ്ബാസ് എന്ന ചെറുപ്പക്കാരനെ നിങ്ങൾക്കൊക്കെ അറിയാം. അദ്ദേഹത്തിന്റെ ജോലിക്കിടയിൽ അദ്ദേഹം അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോയി. ഭാര്യയും പറക്കമറ്റാത്ത മക്കളും തനിച്ചായി. അവർക്ക് സ്വന്തമായൊരു വീടുണ്ടായിരുന്നില്ല. ഇവിടെ നമുക്കൊക്കെ ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ സുബൈർ ബഹുമാനപ്പെട്ട ആറ്റക്കോയ തങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുകയും തങ്ങള് വേറെയും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ 18 യതീം മക്കൾക്ക് വീട് വെച്ചു കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ സുബൈറിന്റെ അഭ്യർത്ഥന മാനിച്ച് അബ്ബാസിന്റെ കുടുംബത്തെ ഉൾപ്പെടുത്തി എന്നുള്ളത് എല്ലാവർക്കും വളരെ ആശ്വാസമാണ്. യതീം കുട്ടികളെ കൂട്ടിപ്പിടിക്കുക എന്നുള്ളത് പ്രവാചകന്റെ ചര്യയാണ്. ഞാനിവിടെ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. അവരെ പ്രയാസങ്ങളിൽ നിന്ന് കയറാൻ പരിശ്രമിക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നമ്മൾ നിർവഹിച്ചിരിക്കുകയാണ്. തങ്ങൾക്കും ഇതിനു വേണ്ടി പരിശ്രമിച്ച സുബൈറിനും അതിന്റെ കൂടെ നിന്ന നാട്ടുകാർക്കും എല്ലാം ഞാൻ എന്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങളും ആശംസകളും നേരുകയാണ്. ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എല്ലാം മറന്ന് നമുക്ക് ഒന്നിക്കാൻ സാധിക്കണം. തങ്ങൾ ഇനിയും ഇത് കൂടാതെ 17 പാവപ്പെട്ട യതീം കുട്ടികൾക്ക് ആശ്രയമാകുന്ന ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നുണ്ട്. നൂറെ ഹബീബി മൻസിൽ എന്നാണ് അദ്ദേഹം ഈ പദ്ധതിക്ക് പേരിട്ടിട്ടുള്ളത്. ചടങ്ങിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. തങ്ങൾ, ബഹുമാന്യനായ നമ്മുടെ പ്രിയങ്കരനായ മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ MS അലവി, ബഹുമാനപ്പെട്ട ഉസ്താദ് സുബൈർ ഷെരീഫ് ഹാജി, അതുപോലെ തന്നെ ബഹുമാന്യനായ മുസ്തഫ ഹാജി, അതുപോലെ റഷീദ് ഹാജി, അതുപോലെ തുടങ്ങിയ നിരവധി നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് KPS സലീം, ബഹുമാന്യരായ നാട്ടുകാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 18 വീട് ഒരു ചില്ലറ കാര്യമല്ല. ഏറെക്കുറെ 2.5 കോടിയോളം രൂപ അതിലധികം ചെലവാകും. 2.5 കോടിയിലധികം രൂപ അള്ളാഹുവിന്റെ വജീഹ് വിചാരിച്ച് ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് ആറ്റക്കോയ തങ്ങൾ അദ്ദേഹം നൽകിയിരിക്കുക. ഭൂമിയിലുള്ള മനുഷ്യർക്ക് നിങ്ങൾ കരുണ ചെയ്താൽ ആകാശത്തുള്ളവൻ നിങ്ങൾക്ക് കരുണ ചെയ്യും എന്ന പ്രവാചക വചനം ഇവിടെ 100% അദ്ദേഹം പ്രാവർത്തികമാക്കാൻ പോവുകയാണ്. ഒരു വീട് ഇവിടെ പ്രവർത്തിപ്പിച്ചു. അതുപോലെ തന്നെ തുടർന്ന് വീടുകൾ അദ്ദേഹം പ്രവർത്തിപ്പിക്കും. ഇന്ന് ഇവിടെ വെച്ച് നിർവാഹം കഴിക്കുന്ന മുഹമ്മദ് സലീം കേട്ടി മുഹമ്മദ് മൗസൂദ്, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ സ്റ്റേജിന് അടുത്ത മദ്രസയും ഒരു വീട് കോട്ടാപ്പാടത്തിന്റെ ഒരുപാട്, അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിന് 2 വീട് നിർമ്മിച്ചു, മണലടിക്ക് ഒരു വീട്, അതുപോലെ തന്നെ ഒരുപാട് 14 15 വീട്. ഇനി എന്റെ നാട്ടിൽ എന്റെ തറ ഇനിയും ഒരുപാട് ഉദ്ഘാടനങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു ആരൊക്കെ സഹായിച്ചവർക്ക് അർഹമായ അള്ളാഹു നൽകട്ടെ.
الرحمن الرحيم الحمد لله رب